നമസ്കാരം. ഒക്ടോബർ 5-ന് റിക്ടർ സ്കെയിലിൽ 4.5 രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം ഇറാനിലുണ്ടായി. ഇറാനിലെ സെംനാൻ പ്രവിശ്യയിലാണ് പ്രകമ്പനമുണ്ടായത്. ഭൂകമ്പത്തിന്റെ പ്രഭവകേന്ദ്രം ഭൂമിക്കടിയിൽ 10 കിലോമീറ്റർ താഴെയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രമല്ല, ഈ പ്രദേശം ഇറാൻ ന്യൂക്ലിയർ പവർ പ്ലാന്റിന് സമീപത്തുമാണ് നിലകൊണ്ടത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ഇസ്രയേലിന് കനത്ത നാശം വിതച്ച് ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഒരു തുറന്ന യുദ്ധത്തിന്റെ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യുന്നത്. അതും ഇറാന്റെ ന്യൂക്ലിയർ പവർ പ്ലാന്റിന് തൊട്ടടുത്ത്. ഇത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഇറാൻ ന്യൂക്ലിയർ ബോംബ് പരീക്ഷിച്ചതാണെന്ന ഊഹാപോഹങ്ങളാണ് പ്രചരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ചർച്ചകൾ ഇറാൻ നിഷേധിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ്. മാത്രമല്ല, പ്രകമ്പനം ഭൂകമ്പം മൂലമല്ല, ന്യൂക്ലിയർ ബോംബ് പരീക്ഷണം മൂലമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിരവധി വിദഗ്ധർ രംഗത്ത് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ട്രഡീഷണൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ന്യൂക്ലിയർ പരീക്ഷണം നടത്തിയതായി വരുത്തി തീർത്തതുമാവാമെന്ന വിലയിരുത്തലും ചിലർ നടത്തുന്നുണ്ട്. സമാനമായി 2013 ഫെബ്രുവരിയിൽ വടക്കൻ കൊറിയയിൽ പ്രകമ്പനം അനുഭവപ്പെട്ടിരുന്നു. പിന്നീട് ഭൂകമ്പത്തിന്റെ പ്രകമ്പനമല്ലെന്നും വടക്കൻ കൊറിയ ന്യൂക്ലിയർ പരീക്ഷണം നടത്തിയതാണെന്നും വ്യക്തമായി. അതിന് സമാനമായ സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്ന വിലയിരുത്തലുമുണ്ട്. ഇറാന്റെ ന്യൂക്ലിയർ പരീക്ഷണ ശ്രമങ്ങളെക്കുറിച്ചുള്ള ആരോപണം പതിറ്റാണ്ടുകളായി പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉയർത്തുന്നതാണ്. ന്യൂക്ലിയർ പരീക്ഷണം നടത്താനുള്ള ശേഷി ഇറാൻ കൈവരിച്ചിട്ടുണ്ടോ? ഇസ്രയേലിന്റെ മുൻ പ്രധാനമന്ത്രി യഹൂദ് ബാരക്കിന്റെ വാക്കുകൾ ഗാർഡിയൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം ഏറെ പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞെന്നാണ് യഹൂദ് ബാരക് പറയുന്നത്. അതിനാൽ നിലവിലെ സാഹചര്യത്തിൽ ഏറെ ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണിത്. അതിനിടെ ഇറാന്റെ ആയുധശേഖരത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചത് പലതരം മിസൈലുകളാണ്. ഫത്ത, ഗദർ, ഇമാദ് തുടങ്ങിയ മിസൈലുകളാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നു പേരുള്ള മിസൈൽ ആക്രമണത്തിൽ ഇറാൻ ഉപയോഗിച്ചത്. ഇമാദും ഗദറും മധ്യനിര റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഇസ്രയേലിന്റെ പ്രശസ്തമായ അയൺ ഡോം സംവിധാനത്തെ ലക്ഷ്യമിട്ടാണ് ഈ മിസൈലുകൾ വന്നത്. എന്നാൽ ഇറാന്റെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലായ ഫത്ത ഇസ്രയേലിന്റെ ആരോ ഡിഫൻസ് സംവിധാനത്തെയാണ് ലക്ഷ്യമിട്ടത്. ഫത്ത മിസൈലിന് ഏത് ശത്രു മിസൈൽ സംവിധാനത്തെയും തുളച്ചുകയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇറാൻ മുമ്പേ അവകാശപ്പെട്ടിരുന്നു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ എയറോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫത്ത വികസിപ്പിച്ചത്. ഇറാന്റെ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം 1400 കിലോമീറ്റർ വരെ ഈ മിസൈലിന് റേഞ്ച് ഉണ്ട്. ശബ്ദവേഗത്തിന്റെ 15 മടങ്ങ് വേഗം കൈവരിക്കാനും ഇതിന് കഴിയുമെന്ന് കരുതുന്നു. പൊതുവെ ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനോ ചെറുക്കാനോ പാടാണ്. ഇതിനു പുറമെ ഫത്താഹിൽ അധികമായുള്ള രഹസ്യചലന സംവിധാനങ്ങൾ മിസൈലിനെ കൂടുതൽ അപകടകാരിയാക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശേഷിയും മിസൈലിനുണ്ടെന്ന് റവല്യൂഷണറി ഗാർഡ്സ് വെളിപ്പെടുത്തിയിരുന്നു. മിസൈൽ സാങ്കേതിക വിദ്യയിൽ വലിയ ശ്രദ്ധ ഇറാൻ നൽകുന്നുണ്ട്. മേഖലയിലെ വലിയ ഒരു ശാക്തിക രാജ്യമാകാൻ മിസൈലുകൾ വലിയ രീതിയിൽ സഹായകമാകുമെന്ന തിരിച്ചറിവാണ് ഇതിന് കാരണം. ഇസ്രയേലിൽ എവിടെയും ആക്രമണം നടത്താൻ കഴിയുന്ന പുതിയ മിസൈൽ എന്ന വാദത്തോടെയാണ് ഖൈബർ ബസ്റ്റർ എന്ന മിസൈൽ 2022 പുറത്തിറക്കിയത്. പൂർണ്ണമായും തദ്ദേശീയമായിരുന്നു മിസൈലിന്റെ നിർമ്മാണം. മധ്യപൂർവ്വ മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള രാജ്യം ഇറാനാണ്. 20 തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് അനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടും. 750 കിലോമീറ്റർ റേഞ്ചുള്ള ഖയാം, 1760 കിലോമീറ്റർ റേഞ്ചുള്ള ഖദർ 1 എന്നിവയൊക്കെ ഇറാന്റെ ദീർഘദൂര റേഞ്ച് മിസൈലുകളാണ്. മിസൈലുകളിൽ മാത്രമല്ല, മിസൈൽ വേധ സംവിധാനങ്ങളിലും ഇറാൻ അടുത്തിടെ ശ്രദ്ധ നൽകി തുടങ്ങിയിട്ടുണ്ട്. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ലോകപ്രസിദ്ധി നേടിയ മിസൈൽ വേധ സംവിധാനം അയൺ ഡോമിന്റെ തദ്ദേശീയ പതിപ്പ് ഇടയ്ക്ക് ഇറാൻ ഒരുക്കിയിരുന്നു.